നമസ്കാരം. പാലക്കാട്ടെ ബി.ജെ.പിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കഴിഞ്ഞ ദിവസമാണ് ഒരു റോഡിന്റെ ഉദ്ഘാടനത്തിന് എം.എൽ.എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കെടുത്തത്. ഇത് പാലക്കാട്ടെ ബി.ജെ.പിയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. പിന്നാലെ ജില്ലാ പ്രസിഡന്റ് വാർത്താ സമ്മേളനം വിളിച്ച് അതിനിശിതമായ വിമർശനം പ്രമീള ശശിധരനെതിരെ ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ പാർട്ടിക്ക് വിശദീകരണം നൽകി പ്രമീള ശശിധരൻ എം.എൽ.എ ഫണ്ട് ഉപയോഗിച്ചു നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനമായതുകൊണ്ട് മാത്രമാണ് താൻ പങ്കെടുത്തത്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം അടിയന്തരമായ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു. 21 പേർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു. അതിൽ 18 പേരും പ്രമീള ശശിധരൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. എന്നാൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ഔദ്യോഗികമായി ഇക്കാര്യത്തിലൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. എന്തായാലും കൃഷ്ണകുമാർ പക്ഷം അതിശക്തമായ ഒരു അമർഷത്തിലാണ്. പ്രമീള ശശിധരന്റെ ഈ നടപടിക്കെതിരെ മാതൃകാപരമായിട്ടുള്ള ചില നീക്കങ്ങൾ, ചില നടപടികൾ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതേസമയം പ്രമീള ശശിധരനെ പോലെ ഒരു ജനകീയ വ്യക്തിത്വമുള്ള ഒരു മുഖത്തിനെ നഷ്ടപ്പെടുന്നത് പാലക്കാട് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് ചിന്തിക്കുന്നവരും കുറവല്ല. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വലിയ ഒരു പ്രതിസന്ധിയാണ് പാലക്കാട്ടെ പാർട്ടിയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ തന്ത്രപരമായി പ്രമീള ശശിധരനെ പാർട്ടിയിൽ നിന്നും അടർത്തിയെടുത്ത് UDF-ലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് പോലും. കാരണം പ്രമീള ശശിധരന് വലിയൊരു വ്യക്തിപ്രഭാവമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ UDF-ലേക്ക് എത്തിയാൽ അത് പാലക്കാട് UDF-ന് വലിയ ഗുണം ചെയ്യുമെന്ന് രാഹുലിനൊപ്പമുള്ളവരും ചിന്തിക്കുന്നു. എന്തായാലും അത്തരം ഒരു നീക്കം തന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ലെന്നും പാർട്ടി എന്തു തീരുമാനമെടുത്താലും അതിൽ അടിയുറച്ചു നിൽക്കുമെന്നുമാണ് ഏറ്റവും ഒടുവിലായി പ്രമീള ശശിധരൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സ്ത്രീ പീഡന ആരോപണങ്ങളിൽ ആകെ നാണം കെട്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു വലിയ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ മണ്ഡലത്തിൽ അടുപ്പിക്കില്ല എന്ന് ഇടതുപക്ഷവും ബി.ജെ.പിയും പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ സ്വീകാര്യത പാലക്കാട് മണ്ഡലത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം രാഹുലിന്റെ പരിപാടികളിൽ ഉണ്ട്. എന്തായാലും രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം മറികടന്നുകൊണ്ട് രാഹുൽ വമ്പിച്ച ഒരു തിരിച്ചുവരവ് പാലക്കാട് നടത്തി എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്.